ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇഡ്ഡലി ഷോപ്പിലാണ് ഗൈസ് നിർത്തിയത് മൂവാറ്റുപുഴയിൽ. പക്ഷെ അവിടെ ഒട്ടുക്കത്തെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി വേറൊരു ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫും കഴിച്ച് അവിടെ നേരെ വീഴാപ്പൂഞ്ചിറക്കി. ഓഫ് റോഡ് ജീപ്പ് പോകുന്ന സ്ഥലമാണ് ഗൈസ്. ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇതേ വീഴാപ്പൂഞ്ചി. ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. പോയവരുണ്ടാവും. അതാ അവിടെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ നടന്നു കയറി. ഇതാണ് ഗൈസ് ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് കിടക്കുന്ന ഗേറ്റ്. പിന്നെ അവിടെ നമുക്ക് കുറെ വ്യൂസ് ഉണ്ട്, കുറെ പാറകളും അതിന്റെ മണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യൂസ് ഉണ്ട്. മാറി ഗതി പിടിക്കാത്ത അങ്ങനെയല്ലേ പറയാറ്? ഞാൻ പറയാറ് രക്ഷപ്പെടാത്ത വ്ളോഗർ. ഈ ശവം പറഞ്ഞ ഗതി പിടിക്കാത്ത വ്ളോഗർ. രക്ഷപ്പെടാത്ത വ്ളോഗറുടെ വാഗമൺ വ്ളോഗ്. പുതിയ ഇൻട്രോ കിട്ടി ഗൈസ്. ഗതി പിടിക്കാത്ത വ്ളോഗർ. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ. ഇത് ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി. നമുക്കധികം തിരക്കൊന്നും ഉണ്ടായില്ല ഗൈസ്. പക്ഷെ ഇവിടെ പച്ചപ്പുള്ള സമയത്ത് വരുന്നതാണ് കൂടുതൽ കാണാൻ ഭംഗി. ഇതിപ്പോ എല്ലാം ഉണങ്ങി കരണ്ട് ഇരിക്കണേന്ന്. ഈ സൈഡ് മിറ്റം ഇടുക്കി. ഇതിന്റെ അപ്പുറം ഇരിക്കുന്നത് എവിടെയാ? കോട്ടയം. ഇത് കോട്ടയം ജില്ല. ആ ട്രെയിനിന്റെ ബോഗി ഇരിക്കുന്നത് കോട്ടയം. കാല് വെക്കുന്നത് ഇടുക്കി ജില്ലയിലോട്ടാണ്. എല്ലാവരും കപ്പലണ്ടിയും കോഫിയും കപ്പല് ചായയും കപ്പല് മുട്ടയൊക്കെ കൂടി കഴിക്കുകയാണ് ഗൈസ്. അവിടെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് പോന്നു. ഇത് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ആക്ച്വലി നമ്മൾ ഭ്രമരം സിനിമയിലൊക്കെ കണ്ടേക്കണ ഒരു ടൈപ്പ് ഓഫ് വഴിയാണ്. അങ്ങോട്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനോ ഒന്നിനും ഗ്യാപ്പില്ല. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാനും ഒരു വണ്ടി വന്നു, നമുക്ക് റിവേഴ്സ് കൊടുക്കേണ്ടി വന്നു. അതിന് പിന്നെ ചെറവറ വണ്ടികൾ വന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഓരോ വഴിയിലും വളവിലൊക്കെ പോയി നിന്ന് അവിടുന്ന് വണ്ടി വരല്ലേ അവിടുന്ന് വണ്ടി വന്നൊക്കെ പറഞ്ഞ് നമ്മൾ തടഞ്ഞു നിർത്തി. ലാസ്റ്റ് നമ്മൾ റിസോർട്ടിലെത്തി ഗൈസ്. നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്. ആൻഡ് ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. ആ വണ്ടർഫുൾ വ്യൂ. ഞാൻ തന്നെ അങ്ങനെ നമ്മുടെ ചെക്കിനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്ന് പൂളിച്ചാടി. പൂളിൽ നമ്മൾ കുറച്ച് നേരം കൂടുതൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ ചെന്ന് റൂമിൽ ചെന്ന് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങി.